ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. വിഷു സീസൺ തുടങ്ങി ഒട്ടനവധി മലയാള ചിത്രങ്ങളാണ് ഇന്നലെ റിലീസിനെത്തിയത്. അതിൽ യുവതാരങ്ങളും മലയാളത്തിലെ മുതിർന്ന താരത്തിൻ്റെ ചിത്രവും ഉൾപ്പെടുന്നു. നെസ്ലിൽ എന്ന യുവതാരം മമ്മൂക്കയുടെ ബസൂക്കയെ വീഴ്ത്തിയു എന്ന് നമുക്ക് നോക്കാം. ആദ്യ ദിനത്തിലെ കളക്ഷൻ എത്ര നേടിയെന്നും. ഏറെ പ്രതീക്ഷയോടെ ഇന്നലെ റിലീസ് ചെയ്ത നെസ്ലിൻ്റെ ചിത്രമാണ് ആലപ്പുഴ ജിങ്കാന. നെസ്ലിനെ കൂടാതെ ഗണപതി, അനഘാരവി, ലുക്മാൻ എന്നീ യുവതാരങ്ങളാണ് ചിത്രത്തിലെ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. തല്ലുമാലയ്ക്ക് ശേഷം ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ചിത്രം എന്നതിനാൽ തന്നെ വലിയ പ്രതീക്ഷയോടെയാണ് ആലപ്പുഴ ജിങ്കാനെ മലയാള സിനിമാ പ്രേക്ഷകർ ഏറ്റെടുത്തത്. ആദ്യ ദിനം തന്നെ ആ പ്രതീക്ഷ നിലനിർത്താൻ ചിത്രത്തിനായി എന്നാണ് ബോക്സ് ഓഫീസിൽ ട്രാക്കർമാർ പറയുന്നത്. വിഷു റിലീസുകളിൽ വലിയ ഹൈപ്പോടെയാണ് ആലപ്പുഴ ജിങ്കാന എത്തിയത്. ആ ഹൈപ്പിനനുസരിച്ചുള്ള കളക്ഷനും ആദ്യ ദിനം തന്നെ പെട്ടിയിലാക്കാൻ ആലപ്പുഴ ജിങ്കാനയ്ക്ക് സാധിച്ചു. പ്രമുഖ ട്രാക്കന്മാരായ സാഗ്നിക്കിൻ്റെ കണക്ക് പ്രകാരം ആദ്യ ദിനം ചിത്രം ഇന്ത്യയിൽ നിന്ന് നേടിയ നെറ്റ് കളക്ഷൻ 2.75 കോടിയാണ്. ഒരു യുവതാര ചിത്രത്തെ സംബന്ധിച്ച് ലഭിക്കുന്ന മികച്ച കളക്ഷനാണ് ഇന്ന് നേടിയ ആലപ്പുഴ ജിങ്കാൻ്റെ കളക്ഷൻ. മാത്രമല്ല, പ്രേമലുവിന് ആദ്യ ദിനം ലഭിച്ച കളക്ഷനേക്കാൾ 3 ഇരട്ടിയോളമാണിത്. പ്രേമലു ബോക്സ് ഓഫീസിൽ 90 ലക്ഷം രൂപയാണ് റിലീസ് ചെയ്ത ദിവസം നേടിയത്. മാത്രമല്ല, വിഷു റിലീസായി എത്തിയ മറ്റ് ചിത്രങ്ങളായ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ബസൂക്കയോടും ബേസിൽ ജോസഫിൻ്റെ മരണമാസനോടും മത്സരിച്ചായിരുന്നു ഈ നേട്ടം നെസ്ലിൽ എന്ന യുവതാരം നേടിയത്. മമ്മൂട്ടിയുടെ ബസൂക്കയുമായി മത്സരിച്ച ഒരു ചിത്രത്തിന് ലഭിക്കുന്ന ഒരു ഗംഭീര തുടക്കമാണ് ആലപ്പുഴ ജിങ്കാൻ ഇന്നലെ നേടിയത്. തിയേറ്ററുകളിൽ രാവിലെ 62.4% ഒക്കുപ്പൻസി രേഖപ്പെടുത്തിയപ്പോൾ വൈകുന്നേരങ്ങളിൽ അത് 78% ഉയർന്നു. വാരാന്ത്യത്തിൽ ചിത്രം ആലപ്പുഴ ജിങ്കാൻ മികച്ച കളക്ഷൻ നേടും എന്നുറപ്പാണ്. വരും ദിവസങ്ങളിൽ ആലപ്പുഴ ജിങ്കാൻ മികച്ച കളക്ഷൻ നേടും എന്നതിന് തെളിവാണ് ഇന്നലത്തെ ഒക്കുപ്പൻസി. മോർണിംഗ് ഷോവിന് 62.45% ആയിരുന്നു. ഉച്ചയാകുമ്പോഴേക്കും 75.03% ഉയർന്നു. ഈവനിംഗ് ഷോ 78.88%-ലായിരുന്നു ഷോ കളിച്ചത്. നൈറ്റ് ഷോ 86.77% ആയിരുന്നു ഒക്കുപ്പൻസി രേഖപ്പെടുത്തിയത്. ഒക്കുപ്പൻസി കൂടിക്കൂടി വരികയായിരുന്നു ഓരോ ഷോ കഴിയുമ്പോഴേക്കും. ശനി ഞായർ ദിവസങ്ങളിൽ ചിത്രം ഒരു പക്ഷേ 90 മുകളിലേക്ക് ഒക്കുപ്പൻസി പോവാൻ എല്ലാവിധ സാധ്യതയുമുണ്ട്. നിങ്ങൾ ഈ ചിത്രം കണ്ടവരാണോ എങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആലപ്പുഴ ജിങ്കാനോടൊപ്പം ബസൂക്ക കളക്ഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. 3.5-4 കോടി രൂപയാണ് ബസൂക്ക കേരളത്തിൽ നിന്നും ആദ്യ ദിനം സ്വന്തമാക്കിയത്. ബസൂക്ക തന്നെയാണ് വിഷു ഫെസ്റ്റിവലിൽ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നതും. വരും ദിവസങ്ങളിൽ ബസൂക്കയെ മലർത്തിയടിക്കുമോ യുവതാര ചിത്രങ്ങൾ എന്ന് നമുക്ക് നോക്കാം.